2014 റിലീസായ ഗീതാഞ്ജലി എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണിത്. ആദ്യ സിനിമ പോലെ ഇതും ഒരു കോമഡി ഹൊറർ മൂവിയാണ്. ആദ്യ സിനിമ കാണാത്തവർക്ക് വേണ്ടി ചുരുക്കി പറയാം. ശ്രീനു എന്ന ശ്രീനിവാസ് ഒരു സംവിധായകൻ ആകാൻ ആഗ്രഹിച്ചു ഓരോ പ്രൊഡ്യൂസേഴ്സിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ആദ്യ ഭാഗത്തൊരു ഫ്ലാറ്റിൽ ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചു നിൽക്കുന്നതായി കാണിക്കുന്നു. ഇതിനിടയിൽ ശ്രീനു രമേശ് റാവു എന്നൊരു ബിസിനസ്മാനെ കാണുകയും തൻ്റെ കഥ പറയുകയും ചെയ്യുന്നു. അതിനുശേഷം ആ ഫ്ലാറ്റിൽ ശ്രീനു താമസിക്കുകയും അവിടെ നേരത്തെ തൂങ്ങി മരിച്ചത് ഗീതാഞ്ജലി എന്ന പെൺകുട്ടിയാണെന്നും അവളുടെ ആത്മാവ് ആ റൂമിൽ ഉള്ളതായി ശ്രീനുവിന് തോന്നുകയും ചെയ്യുന്നു. ഗീതാഞ്ജലിയുടെ മരണം അന്വേഷിച്ച് അവളുടെ ട്വിൻ സഹോദരി അഞ്ജലി വരികയും ശ്രീനുവും അഞ്ജലിയും ഒരുമിച്ച് ഗീതാഞ്ജലിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു. ഗീതാഞ്ജലിയുടെ മരണത്തിന് കാരണം ശ്രീനു ആദ്യം പരിചയപ്പെട്ട ബിസിനസ്മാൻ രമേശ് റാവു ആണെന്ന് മനസ്സിലാകുന്നു. രമേശ് റാവുവിൻ്റെ IT കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗീതാഞ്ജലി. രമേശ് റാവുവിന് ഗീതാഞ്ജലിയോട് താല്പര്യം തോന്നുകയും മോശമായി അപ്രോച്ച് ചെയ്തപ്പോൾ അവൾ അവനെ അടിക്കുന്നു. രമേശ് റാവു ഗീതാഞ്ജലിയുടെ ഫ്ലാറ്റിൽ വരികയും അവളെ കൊന്നു കെട്ടിത്തൂക്കുകയും ചെയ്യുന്നു. ഗീതാഞ്ജലിയുടെ പ്രേതത്തെ കണ്ടു എന്ന് പറഞ്ഞ് ശ്രീനു രമേശ് റാവുവിനെ ഒരിടത്ത് കൊണ്ടുവരികയും അഞ്ജലിയെ പ്രേതമാക്കി രമേശ് റാവുവിനെ കൊണ്ട് സത്യം പറയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. രമേശ് റാവുവിന് നേരത്തെ മനസ്സിലാവുകയും അഞ്ജലിയെ ആക്രമിക്കുകയും ഗീതാഞ്ജലിയുടെ ആത്മാവ് അഞ്ജലിയുടെ ശരീരത്തിൽ കയറുകയും രമേശ് റാവുവിനെ കൊല്ലുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഈ സിനിമയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കം സ്വപ്ന എന്ന IT കമ്പനി സ്റ്റാഫ് തൻ്റെ ബോസിനോട് US പ്രോജക്റ്റിലേക്ക് തന്നെ കൂടി റെക്കമെൻഡ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ ബോസ് അവളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നു. അവൾ അയാളെ തള്ളി നീക്കി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ബോസ് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരം ഒരു പെൺകുട്ടിയുടെ ചിരി കേൾക്കുകയും കറണ്ട് പോവുകയും ഡോർ ലോക്ക് ആവുകയും ചെയ്യുന്നു. ആ ഓഫീസിലെ കേബിളുകൾ കൊണ്ട് അവനെ തൂക്കിക്കൊല്ലുന്നു. ആ ഓഫീസിലേക്ക് ഒരു അഘോരി മന്ത്രവാദി വരികയും ഇവിടെ ഒരു ആത്മാവുണ്ടെന്ന് പറയുകയും പൂജ ചെയ്യുകയും ചെയ്യുന്നു. ഒരു പാവയിലേക്ക് ആത്മാവിനെ ആവാഹിച്ചു. ഒരു അമാവാസി രാത്രിയിൽ അത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു. ആ പാവ പിന്നീട് ഒരു പെൺകുട്ടി എടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. പിന്നീട് കാണിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. സൈലുവും അവളുടെ അച്ഛനും അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. സൈലു അവളുടെ അച്ഛനോട് പറയുകയാണ് അയാനെ അച്ഛന് എന്തായാലും ഇഷ്ടപ്പെടും എന്ന്. അങ്ങനെ അയാൻ എത്തുന്നു. എന്താണ് ജോലി എന്ന് അവളുടെ അച്ഛൻ ചോദിക്കുന്നു. ബീച്ച് സൈഡിലുള്ള നൊവോട്ടൽ അറിയാമോ എന്ന് അയാൻ ചോദിക്കുന്നു. അറിയാം, അവിടുത്തെ ജനറൽ മാനേജറാണോ എന്ന് ചോദിക്കുന്നു. അല്ല, അതിൻ്റെ സൈഡിലുള്ള പിച്ചക്കിസ്ത എന്ന ഫാസ്റ്റ് ഫുഡ് സെൻറ്ററിൻ്റെ CEO ആണെന്ന് പറയുന്നു. പിന്നീട് അവൻ്റെ ഫാസ്റ്റ് ഫുഡ് സെൻറ്റർ കാണിക്കുകയാണ്. ഫാമിലിയുമായി വന്നാൽ 25% ഡിസ്കൗണ്ട് തരാമെന്നൊക്കെ അയാൻ പറയുന്നു. ഇതിലെ പല കോമഡികളും ക്രിഞ്ചാണ്. ഈ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും നിങ്ങളിൽ വരുന്നത്. അവളുടെ അച്ഛൻ ഒരു ആർമി ഓഫീസറാണെന്നും അവരുടെ സ്റ്റാറ്റസിന് അയാൻ പറ്റില്ലെന്നും പറയുന്നു. അപ്പോൾ അയാൻ പറഞ്ഞു ശ്രീനിവാസ് റെഡ്ഡി സംവിധായകനായി ദിൽരാജു പ്രൊഡ്യൂസറായി ഒരു സിനിമ ചെയ്യാൻ പോകുകയാണെന്ന്. അപ്പോൾ അവളുടെ അച്ഛൻ ഒരു ഷോർട്ട് ഫിലിമിൽ പോലും നിന്നെ ആരും നായകനാക്കില്ലെന്ന് കളിയാക്കുന്നു. അടുത്ത വർഷം എൻ്റെ പോസ്റ്റർ എല്ലായിടത്തും കാണുമെന്ന് എഴുന്നേറ്റ് അയാൻ പറയുന്നു. അവളുടെ അച്ഛൻ സിനിമ നടന്നില്ലെങ്കിൽ നീ സൈലുവിനെ മറക്കണമെന്ന് പറയുന്നു. അവൻ ബോണ്ട് പേപ്പറിൽ അവിടെ വെച്ച് ഒപ്പിടുന്നു. അവളുടെ അച്ഛൻ ഒപ്പിടേണ്ടടുത്ത് അവൻ ഒപ്പിട്ടതായി അവളുടെ അച്ഛൻ പറയുന്നു. രജനീകാന്ത് സ്റ്റൈലിൽ നടന്നു പോകുന്നു. അടുത്ത സീനിൽ ശ്രീനു ഉറക്കത്തിൽ മെഗാസ്റ്റാർ ചിരഞ്ജീവി വെച്ച് ഒരു മിഷൻ ഇമ്പോസിബിൾ റീമേക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നു. അത് ശ്രീനു അവൻ്റെ സിനിമയുടെ എഴുത്തുകാരായ ആരുദ്രനോടും ആത്രയനോടും പറയുന്നു. അവർ വെളിയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ അയാൻ അവരെ വിളിക്കുന്നു. ശ്രീനു അയാനോട് ദിൽരാജുവിനെ ഊട്ടിയിൽ കാണാൻ പോകാൻ ഒരു 50,000 രൂപ ഗൂഗിൾ പേ ചെയ്യാൻ പറയുന്നു. അയാൻ നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുന്നു. ഞങ്ങൾ ദിൽരാജുവിൻ്റെ ഓഫീസിലാണെന്ന് ശ്രീനു പറയുന്നു. എന്നാൽ വെളിയിലേക്ക് ഇറങ്ങിക്കോ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് അയാൻ പറയുന്നു. ഇത് കേട്ട് ശ്രീനുവും സംഘവും ഞെട്ടുന്നു. അവിടെ വെയിറ്റ് ചെയ്യാൻ ശ്രീനു പറഞ്ഞു. അയാൻ ഓഫീസിനകത്ത് വെയിറ്റ് ചെയ്യുന്നു. ദിൽരാജു ഇറങ്ങി വരുമ്പോൾ അയാനെ കാണുകയും ചെയ്യുന്നു. അയാൻ ദിൽരാജുവിനോട് കയറി സംസാരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന ഗീതാഞ്ജലി സിനിമയുടെ സംവിധായകൻ ശ്രീനുവിൻ്റെ അടുത്ത പടത്തിലെ നായകനാണെന്ന് പറയുന്നു. ഇത് കേട്ട ദിൽരാജു നിന്നെ പറ്റിച്ചതാണോ, നീ എത്ര രൂപ അവർക്ക് കൊടുത്തതെന്ന് ചോദിക്കുന്നു. 5 ലക്ഷമാണെന്ന് അയാൻ പറയുന്നു. ഒരു ബസ്സോ ട്രെയിനോ പിടിച്ച് പോകാൻ ദിൽരാജു 500 രൂപ അയാന് കൊടുക്കുകയും ചെയ്യുന്നു. അയാൻ ശ്രീനുവിൻ്റെ സംഘത്തിൻ്റെ അടുത്തെത്തുന്നു. നിങ്ങൾ എന്നെ മണ്ടനാക്കിയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ആ സമയം സൈലു വിളിക്കുന്നു. എന്തായി എന്ന് ചോദിക്കുന്നു. ദിൽരാജ് അഡ്വാൻസ് ആണെന്ന് അയാൻ പറയുന്നു. ഫോൺ വെച്ച ശേഷം നിങ്ങൾ കാരണം ഞാൻ അവളുടെ അച്ഛനെ വരെ വെല്ലുവിളിച്ചെന്നും പറയുന്നു. ശ്രീനുവും സംഘവും അവനെ പറ്റിച്ചിട്ടില്ലെന്നും അവന് വേണ്ടി തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതിയതെന്നും പറഞ്ഞ് സ്ക്രിപ്റ്റ് കാണിക്കുന്നു. ആദ്യത്തെ ഹിറ്റിന് ശേഷം 3 ഫ്ലോപ്പ് ഉണ്ടായതുകൊണ്ട് ശ്രീനുവിനെ ഒരു പ്രൊഡ്യൂസറിൻ്റെ ഓഫീസിൻ്റെ സൈഡിൽ പോലും അടുപ്പിക്കുന്നില്ലെന്ന് ശ്രീനു പറയുന്നു. സിനിമയുടെ ചിലവിനായാണ് ക്യാഷ് നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതെന്നും പറയുന്നു. ഇനി വീട്ടുകാരെ ഒന്നും പറ്റിക്കാൻ താല്പര്യമില്ല, നമുക്ക് പിരിയാമെന്ന് ശ്രീനു പറഞ്ഞു. ഇന്ന് നമ്മുടെ ഫെയർവെൽ പാർട്ടി ആണെന്ന് അയാൻ പറഞ്ഞു. അവർ അങ്ങനെ അന്ന് ആ രാത്രി ആഘോഷിക്കുന്നു. പിറ്റേന്ന് ശ്രീനുവിനൊരു കോൾ വരുന്നു. ഗീതാഞ്ജലി ഡയറക്ടറാണോ എന്ന് ചോദിക്കുന്നു. വിഷ്ണു ടി എസ്റ്റേറ്റ്സ് റിസോർട്ട്സ് മാനേജർ ഗോവിന്ദനാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ബോസ് വിഷ്ണുവിന് നിങ്ങളുമായി ഒരു സിനിമ ചെയ്താൽ കൊള്ളാമെന്ന് പറയുന്നുണ്ട്. പ്രാങ്ക് കോളാണെന്ന് കരുതി ശ്രീനു ഫോൺ കട്ട് ചെയ്യുന്നു. വീണ്ടും ഗോവിന്ദൻ വിളിച്ചു. 50,000 രൂപ അഡ്വാൻസ് അയക്കുന്നു. ശ്രീനുവും സംഘവും ഞെട്ടുന്നു. അയാനെ നായകനാക്കി സിനിമ ചെയ്യണമെന്ന് ശ്രീനു ഡിമാൻഡ് പറയുന്നു. നിനക്ക് ചാൻസ് തന്നതന്നെ ഒരു ഭാഗ്യമാണ്. ഇപ്പോൾ നിൻ്റെ ഫ്രണ്ടിനെ നായകനാക്കാൻ നീ ഡിമാൻഡ് വയ്ക്കുവാണോ എന്ന് ചോദിക്കുന്നു. 50,000 രൂപ തിരികെ അയക്കാൻ ശ്രീനുവിനോട് ഗോവിന്ദൻ പറഞ്ഞു. അയാൻ അതിൽ വളരെ സങ്കടവും അഭിമാനമൊക്കെ തോന്നുന്നു. അവൻ അത് ശ്രീനുവിനോട് പറയുന്നു. അവർ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീണ്ടും ഗോവിന്ദൻ്റെ കാൾ വരുന്നു. നിൻ്റെ സത്യസന്ധത എൻ്റെ ബോസിന് ഇഷ്ടമായി. നിൻ്റെ കൂട്ടുകാരനെ തന്നെ നായകനാക്കാൻ എൻ്റെ ബോസിന് സമ്മതമാണെന്ന് പറയുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റ് ഉടനെ തന്നെ അയക്കാം, എല്ലാവരും കയറിപ്പോവാൻ ഗോവിന്ദൻ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ ആദ്യം കണ്ട പെൺകുട്ടി ആ പാവ 500 രൂപയ്ക്ക് വിൽക്കാൻ ശ്രമിക്കുന്നു. രൂപയ്ക്ക് ഉള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു അയാൾ അതും വാങ്ങി പോകുന്നു. കാറിൽ വെച്ച് സുബ്ബു എന്ന് പാവയ്ക്ക് പേരിടുന്നു.
പാവയും അയാൾ ഊട്ടിയിലേക്ക് ഫ്ലൈറ്റ് കയറുന്നു. ഫ്ലൈറ്റ് ഇറങ്ങി വരുമ്പോൾ രാജേഷ് മുണ്ട എന്നയാൾ അവരെ സ്വീകരിക്കുന്നു. രാജേഷ് മുണ്ട അയാളുടെ കൂടെ വന്ന സ്ത്രീകളോട് ഇത് വെങ്കട്രാവു ആണെന്ന് പറയുന്നു. രാജേഷ് മുണ്ടയുടെ കൂടെ വന്നത് അവരുടെ അസോസിയേഷൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റുമാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. ഈ സമയം രാജേഷ് മുണ്ട അവരെ തൊടുകയും തലോടുകയും ചെയ്യുന്നുണ്ട്. ഇത് പാവ കാണുന്നുണ്ട്. പാവയ്ക്ക് അത് തീരെ പിടിക്കുന്നില്ല. അവർ അടുത്തത് അഞ്ജലിയുടെ കോഫി ഷോപ്പിൽ ചെല്ലുന്നു. രാജേഷ് മുണ്ട വെങ്കട്രാവിനെ അഞ്ജലിക്ക് പരിചയപ്പെടുത്തുന്നു. അഞ്ജലി വെങ്കട്രാവിനെ അറിയാം, ഒരു യൂട്യൂബർ ഇൻഫ്ലുവൻസറൊക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. അഞ്ജലി അവർ പോകാൻ നേരം സുബുവിന് ടാറ്റ കൊടുത്തു വിടുന്നു. ഗോവിന്ദൻ അവരെ കൂട്ടി ബോസിനെ കാണാൻ പോകുന്ന വഴിയുള്ള ടീ എസ്റ്റേറ്റ് ബോസിൻ്റെ ആണെന്നും ഗോവിന്ദൻ പറയുന്നു. അവർ ഞെട്ടുന്നു. ഇത്രയും വലിയ റിച്ചാണോ ഞങ്ങളുടെ പ്രൊഡ്യൂസർ എന്നവർ ചോദിക്കുന്നു. അവർ സിനിമയുടെ പ്രൊഡ്യൂസറിനെ കാണുന്നു. ആദ്യ സിനിമ ഹിറ്റായിട്ട് ബാക്കി 3 സിനിമ എന്താ ഫ്ലോപ്പ് ആകാൻ കാരണമെന്ന് പ്രൊഡ്യൂസർ ചോദിക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ കഥ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നു. സംഗീത് മഹൽ എന്നൊരു പാലസിനെ ചുറ്റിപ്പറ്റിയായിരിക്കണം കഥ എന്ന് പറയുന്നു. അതിനുശേഷം പ്രൊഡ്യൂസർ പറയുന്ന കഥ നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. സംഗീത് മഹൽ കൊണ്ട് കാണിക്കാൻ ഗോവിന്ദനോട് വിഷ്ണു പറയുന്നു. ഗോവിന്ദൻ ഇത് കേട്ട് ഞെട്ടുന്നു. അവർ കാറിൽ അങ്ങോട്ട് പോകുന്നത് കണ്ട അടുത്തുള്ള പെട്ടിക്കടയിലുള്ളവർ കാറിൽ പോയത് ആരാണെന്ന് ചോദിക്കുന്നു. അവിടെ സിനിമ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണെന്ന് അവർ തമ്മിൽ പറയുന്നു. ഇനി എത്ര മരണം നമ്മൾ കാണണമെന്ന് കൂട്ടത്തിൽ ഒരാൾ പറയുന്നു. എന്താ കാര്യം എന്ന് ഒരാൾ ചോദിക്കുന്നു. അതിലൊരു അമ്മാവൻ കഥ പറഞ്ഞു തുടങ്ങുന്നു. ഫ്ലാഷ് ബാക്കിൽ ആ പാലസിൽ നേരത്തെ താമസിച്ചിരുന്നത് ശാസ്ത്രിയുടെ ഭാര്യയും മക്കളുമാണ്. സംഗീതവും ഡാൻസുമായി സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. മൂത്ത മകളായ പവന് ഡേവിഡ് എന്നൊരു ചെറുപ്പക്കാരനുമായി അടുപ്പത്തിലാവുകയും ഒളിച്ചോടുകയും ചെയ്യുന്നു. അത് ശാസ്ത്രിയിൽ വളരെ ആഘാതമുണ്ടാക്കി. ഇളയ മകളായ മോഹിനിയും പ്രസാദ് എന്നൊരു പയ്യനായി അടുപ്പത്തിലാവുകയും ശാസ്ത്രി അറിഞ്ഞാൽ എതിർക്കുമെന്നറിയാവുന്ന മോഹിനി ഒളിച്ചോടാൻ തീരുമാനിച്ചു. ആ രാത്രി ശാസ്ത്രി അവളെ പിടിക്കുകയും കാത്തു നിന്ന പ്രസാദിനെ ശാസ്ത്രിയുടെ ആളുകൾ തല്ലുന്നു. ദിവസങ്ങൾക്ക് ശേഷം മനോവിഷമത്തിൽ പ്രസാദ് ആത്മഹത്യ ചെയ്യുന്നു. ഇതറിഞ്ഞ് മോഹിനിയും തീ കത്തിച്ച് ആത്മഹത്യ ചെയ്യുന്നു. പാലസ് മുഴുവനായി തീ പിടിക്കുകയും എല്ലാവരും വെന്തു മരിക്കുകയും ചെയ്യുന്നു. സംഗീത് മഹൽ ഒരു ഗസ്റ്റ് ഹൗസായി പിന്നീട് മാറുന്നു, മഹാലക്ഷ്മി ഗസ്റ്റ് ഹൗസ് എന്ന പേരിൽ. പിന്നീട് അവിടെ താമസിക്കാൻ വന്ന 3-4 കപ്പിൾസ് മരിക്കുന്നു. അത് എല്ലാ വർഷം ആഗസ്റ്റ് 8-ാം തീയതി മരണം ഉറപ്പാണ്. ശ്രീനുവും ടീമും ആ പാലസിലെത്തുകയും പാലസ് നോക്കി നടത്തുന്ന മണിയെ കണ്ട് പേടിക്കുകയും ചെയ്യുന്നു. അവർ ലൊക്കേഷൻ നോക്കി പാലസിനകത്തേക്ക് കയറുന്നു. ഒരു ചിലങ്കേട്ട് ഓടിപ്പോകുന്ന ശബ്ദം കേട്ട് തിരിയുന്നു. അയാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ബാക്കി 3 പേരും പേടിച്ചിട്ട് ഒരു ശബ്ദവും കേട്ടില്ലെന്ന് പറയുന്നു. പേടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഞെട്ടിത്തിരിഞ്ഞതെന്ന് അയാൻ അവരോട് ചോദിക്കുന്നു. നീ തിരിഞ്ഞപ്പോൾ ഞങ്ങളും തിരിഞ്ഞതാണെന്ന് ശ്രീന് പറയുന്നു. അതിനുശേഷം അവർ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ വേർ ആർ യു ഗോയിങ് എന്ന പാട്ട് പാടി ഡാൻസും പാടി പോകുന്നു. എന്തോ ശബ്ദം കേട്ട് അവർ പേടിക്കുന്നു. അപ്പോൾ അയാൻ പറയുന്നു, ഈ വീട്ടിൽ പ്രേതബാധയുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അയാൻ കയ്യിലുള്ള ഒരു നാരങ്ങ കാണിച്ചിട്ട് ഇത് പൂച്ച ചെയ്ത നാരങ്ങയാണ്, പ്രേതമുണ്ടെങ്കിൽ ഈ നാരങ്ങ എറിഞ്ഞെടുത്ത് തിരിച്ചു വരുമെന്ന് പറയുന്നു. അവൻ എറിഞ്ഞു നോക്കിയിട്ട് വരുന്നില്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്കിവിടെ ഷൂട്ട് ചെയ്യാമെന്ന് ശ്രീനു പറയുന്നു. അവർ പ്രൊഡ്യൂസറെ വിളിച്ച് ഇവിടെ ഓക്കെയാണെന്ന് പറയുമ്പോൾ നാരങ്ങ തിരിച്ചു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ശേഷം രവിയും അഞ്ജലിയും സംസാരിക്കുന്നു. രവി അഞ്ജലിയോട് അമ്മ എന്നാ നമ്മുടെ കല്യാണം എന്നൊക്കെ ചോദിച്ചെന്ന് പറയുന്നു. അഞ്ജലി രവിയോട് പറഞ്ഞു, നീ ഫിനാൻഷ്യലി സെറ്റായി, എൻ്റെ കോഫി ഷോപ്പും ബിസിനസ്സും എല്ലാം ഒക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാം. അടുത്ത സീനിൽ പാവയുമായി വെങ്കട്രാവ് ആളുകളുമായി ഒരു പ്രോഗ്രാം നടത്തുകയാണ് ഒരു സ്റ്റേജിൽ. സുബ്ബു എല്ലാവരോടും ഹായ് പറയാൻ വെങ്കട്രാവ് പറയുന്നു. ആ പാവ കാണുന്നത് തൻ്റെ മുമ്പിലുള്ള രാജേഷ് മുണ്ട ആ പെണ്ണുങ്ങളുമായി ഇഴുകിച്ചേർന്നിരിക്കുന്നതാണ്. വെങ്കട്രാവിനെ ഞെട്ടിച്ചുകൊണ്ട് ആ പാവം സംസാരിക്കുന്നു. ഞാൻ സുബ്ബു അല്ല, ഗീതാഞ്ജലിയാണെന്ന് പറയുന്നു. വെങ്കട്രാവ് ചുറ്റും നോക്കുന്നു. ആരാ ഈ സംസാരിക്കുന്നതെന്ന്. ഗീതാഞ്ജലിയോ? സുബ്ബു എന്നാണല്ലോ ഞാൻ പേരിട്ടത് എന്ന് വെങ്കട്രാവ് ചോദിക്കുന്നു. നീ ആരടാ എനിക്ക് പേരിടാൻ? എൻ്റെ അച്ഛനും അമ്മയും ഇട്ടവരാണ് ഗീതാഞ്ജലി എന്ന് ദേഷ്യത്തോടെ പാവ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ആളുകളെല്ലാം കൈയടിക്കുന്നു. എന്നാൽ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത മുണ്ടയ്ക്ക് നന്ദി പറയാൻ വെങ്കട്രാവ് പാവയോട് പറയുന്നു. ഞാൻ എന്തിനാണ് ഈ വൃത്തികെട്ടവന് നന്ദി പറയുന്നത്? ഡാ പെണ്ണുപിടിയാ, അവളുടെ കയ്യിൽ നിന്ന് കൈയെടുക്കാൻ പറയുന്നു. 3rd ഗ്രേഡ് ഫെലോ എന്നൊക്കെ വിളിക്കുന്നു. ഇത് കേട്ട് ആളുകൾ ചിരിക്കുകയും കൈയടിക്കുകയും മുണ്ടയ്ക്ക് ദേഷ്യവും വരുന്നു. വെങ്കട്രാവ് സോറി പറയാൻ പാവയോട് പറയുന്നു. ഞാൻ എന്തിനാണ് ഈ ഓൾഡ് ഫുളിനോട് സോറി പറയുന്നതെന്ന് ചോദിക്കുന്നു. വെങ്കട്രാവ് പേടിച്ച് പ്രോഗ്രാം അവസാനിപ്പിച്ച് മേക്കപ്പ് റൂമിലേക്ക് ചെല്ലുന്നു. മുണ്ട മേക്കപ്പ് റൂമിൽ വന്ന് വെങ്കട്രാവിനോട് ചൂടാകുന്നു. വെങ്കട്രാവിന് ഒരു ഐഡിയ ഇല്ലെന്ന് പറയുന്നു. മുണ്ട വെങ്കട്രാവിന് കൊടുക്കാനുള്ള ചെക്ക് കീറിക്കളയുന്നു. വെങ്കട്രാവ് പാവയോട് ചൂടാവുകയാണ്. നീ വന്നതിന് ശേഷമാണ് എൻ്റെ നശിച്ച സമയം തുടങ്ങിയെന്ന് പറഞ്ഞ് ജനലിലൂടെ പുറത്തേക്ക് കളയുന്നു. പിറ്റേന്ന് പ്രഭാതം. വെങ്കട്രാവ് കണ്ണു തുറന്നു നോക്കുമ്പോൾ പാവ അടുത്ത് കിടക്കുന്നു. ശ്രീനു നായികമാരെ ആഡിഷൻ ചെയ്യുന്നു. ആരെയും ഇഷ്ടപ്പെട്ടില്ലെന്ന് പ്രൊഡ്യൂസറിനെ വിളിച്ചു പറയുന്നു. അപ്പോൾ വിഷ്ണു ഒരു നായികയെ കണ്ടെന്ന് പറയുന്നു. അഞ്ജലി ആണത്. നിങ്ങൾ അവളെ കൺവിൻസ് ചെയ്ത് ഈ സിനിമയിൽ അഭിനയിപ്പിച്ചാൽ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റുമായി മുൻപോട്ട് പോകാമെന്ന് പറയുന്നു. ശ്രീനു എവിടെ ചെല്ലണം എന്ന് ചോദിച്ചു. അടുത്ത സീനിൽ അവർ കോഫി ഷോപ്പിൽ ചെല്ലുന്നു. അഞ്ജലിയുമായി സംസാരിച്ച് അഞ്ജലിയെ കൺവിൻസ് ചെയ്ത് സമ്മതിപ്പിക്കുന്നു. അവർ വിഷ്ണുവിൻ്റെ വീട്ടിൽ വന്ന് എഗ്രിമെൻറ്റ് വെക്കുന്നു. ആ സമയം അഞ്ജലിയുടെ കാമുകൻ രവി അവിടെ വരുന്നു. അവൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അവൻ ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. അഞ്ജലി രവിയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അടുത്ത സീനിൽ വെങ്കട്രാവ് പാവയുമായി സംസാരിക്കുകയാണ്. എന്നെ നാണം കെടുത്താനാണോ വീണ്ടും കൂടെ കൂടിയിരിക്കുന്നത്? ഞാൻ നിന്നെ കളഞ്ഞതല്ലേ, നീ എങ്ങനെ തിരിച്ചു വന്നു? നിന്നെ നശിപ്പിക്കാൻ അറിയാമെന്ന് പറഞ്ഞു പാവയെടുത്ത് തീയിലേക്ക് എറിയുന്നു.
അടുത്ത സീനിൽ സംഗീത് മഹലിൽ ആർട്ട് വർക്ക് ചെയ്യാൻ വന്ന ഒരാൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളെ ജനാല വഴി എടുത്ത് പുറത്തേക്കിടുന്നു. അയാൾ മരിക്കുന്നു. ഇത് ഗോവിന്ദൻ കാണുന്നു. ഗോവിന്ദൻ നോക്കുമ്പോൾ ജനലിൽ ഒരു സ്ത്രീയുടെ രൂപം. പോലീസ് എത്തുകയും വിഷ്ണുവിനോട് ഷൂട്ടിംഗ് നടത്താൻ പറ്റില്ലെന്ന് പറയുന്നു. വിഷ്ണു അവർക്ക് കൈക്കൂലി കൊടുക്കാം എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ പോലീസ് ഓക്കെ പറഞ്ഞു പോകുന്നു. ഗോവിന്ദൻ ഇവിടെ പ്രേതമുണ്ടെന്ന് പറയുന്നു. ഷൂട്ടിംഗ് വേണ്ടെന്ന് പറയുന്നു. വിഷ്ണു ദേഷ്യത്തോടെ നോക്കുമ്പോൾ ഗോവിന്ദൻ പേടിച്ച് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് പറയുന്നു. തിരിച്ച് വിഷ്ണു ആ എഗ്രിമെൻറ്റുമായി വീട്ടിലേക്ക് വരികയും എഗ്രിമെൻ്റ് ഒരു ഫോട്ടോയ്ക്ക് മുൻപിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. അത് അവൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ആയിരുന്നു. അതായത് മരണപ്പെട്ട ബിസിനസ്മാൻ രമേശ് റാവു ആയിരുന്നു. അച്ഛനെ പ്ലാൻ ചെയ്ത് പ്രേതത്തെ കൊണ്ട് കൊന്ന പോലെ അതേ പ്രേതങ്ങളെ വെച്ച് അവരെയും കൊല്ലും എന്ന് പറയുന്നു. അപ്പോൾ ശാസ്ത്രീയ 3 പേരെയും കാണാം. പിന്നീട് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അവൻ്റെ അച്ഛൻ മരണത്തിൻ്റെ കാരണക്കാർ ശ്രീനുവും അഞ്ജലിയും സംഘവുമാണെന്ന് മനസ്സിലാക്കുന്നു. അവൻ്റെ അമ്മ അവൻ്റെ അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പറയുന്നു. രവിയെയും പ്ലാൻ ചെയ്ത് കൊല്ലുന്നതായി കാണിക്കുന്നു. സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്ന അഞ്ജലി പൊട്ടിച്ച തേങ്ങ കരിഞ്ഞതായി ശ്രീനു കാണുന്നു. ശ്രീനു പേടിച്ച് എല്ലാവരെയും അകത്തു കൊണ്ടുപോകുന്നു. വെങ്കട്രാവ് മൈ ഡോളിസ് ഗോൺ എന്ന് പാട്ടൊക്കെ പാടി പെട്ടിയൊക്കെ പാക്ക് ചെയ്യുകയാണ്. പെട്ടി തുറക്കുമ്പോൾ പെട്ടെന്ന് വീണ്ടും പാവ. അയാൾ പേടിച്ച് ഞെട്ടി പിന്മാറുന്നു. നീ പിന്നെയും തിരിച്ചു വന്നു എന്ന് റാവു പേടിയോട് ചോദിക്കുന്നു. എന്നെ എൻ്റെ സഹോദരിയുടെ അടുത്താക്കാനും അവൾ അപകടത്തിലാണെന്നും പാവ പറയുന്നു. സഹോദരിയുടെ അടുത്ത് കൊണ്ടു ചെന്നാൽ നീ എന്നെ വിട്ടുപോകുമോ എന്ന് വെങ്കട്രാവ് പേടിയോടെ ചോദിക്കുന്നു. പോകാം എന്ന് ആ പാവ പറയുന്നു. ശ്രീനു എല്ലാവർക്കും സീൻ വിശദീകരിച്ച് കൊടുക്കുകയാണ്. അഞ്ജലിയുടെ സീനാണ് ആദ്യം ഷൂട്ട് ചെയ്യുന്നതെന്ന് ശ്രീനു വിശദീകരിക്കുന്നു. ഉറങ്ങിക്കിടക്കുന്ന അഞ്ജലി ഒരു കരച്ചിൽ കേൾക്കുന്നു. കോറിഡോർ വഴി വെളിയിലേക്ക് വരുന്നു. ഹാളിൽ ഒരു ചെയർ ആടുന്നു. അഞ്ജലി അത് പിടിച്ചു നിർത്തുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു രൂപം ചെയറിൽ നിന്ന് എഴുന്നേൽക്കുന്നു. അതൊരു പ്രേതമാണെന്നൊക്കെ പറയുന്നു. സമയം അർദ്ധരാത്രി. അഞ്ജലി ഉറങ്ങിക്കിടക്കുകയാണ്. എന്തോ ഒരു കരച്ചിൽ കേട്ട് അഞ്ജലി ഇടനാഴിയിലൂടെ നടന്ന് ഹാളിലേക്കെത്തുന്നു. ശ്രീനു നേരത്തെ വിശദീകരിച്ച സീൻ പോലെ ഒരു ഊഞ്ഞാൽ പോലെയുള്ള കസേര ഇരുന്ന് ആടുകയാണ്. അവൾ അത് വന്ന് പിടിച്ചു നിർത്തി തിരിഞ്ഞു നിന്നപ്പോൾ വീണ്ടും അത് ആടുകയാണ്. അവൾ നിഴലിലൂടെ ഒരു രൂപം കാണുന്നു. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പ്രേതം പോലെ ഒരു രൂപം. അവൾ കണ്ണടച്ച് നിലവിളിക്കുന്നു. ശ്രീനുവും സംഘവും എത്തുന്നു. എന്തിനാണ് അഞ്ജലി നിലവിളിച്ചതെന്ന് ചോദിക്കുന്നു. ശ്രീനു, നീ പറഞ്ഞതുപോലെ ഒരു രൂപം കണ്ടെന്ന് പറയുന്നു. അത് ഞാൻ സീൻ വിവരിച്ചതിൻ്റെ പവർ ആണ്, നിങ്ങൾ പോയി കിടക്കാൻ ശ്രീനു പറയുന്നു. ഗോവിന്ദൻ വിഷ്ണുവിനെ വിളിച്ച് കാര്യം പറയുന്നു. ഷൂട്ടിംഗ് മാറ്റാമെന്നൊക്കെ പറയുന്നു. ഗോവിന്ദ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് വിഷ്ണു ഗോവിന്ദനെ ഭീഷണിപ്പെടുത്തി ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ആ സംഗീത് മഹലിനെ കുറിച്ചറിഞ്ഞ് വിഷ്ണു രാത്രി അവിടേക്ക് ചെല്ലുന്നതും അവരുടെ ഡാൻസ് കാണുകയും ശാസ്ത്രി വിഷ്ണുവിനെ കാണുകയും ചെയ്യുന്നു. അവനെ വലിച്ചഴിച്ചൊരു ശക്തി പുറത്തേക്ക് കളയുന്നു. അങ്ങനെയാണ് അവരെ ട്രാപ്പ് ചെയ്യാൻ അവനത് വാങ്ങാൻ തീരുമാനിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ ക്യാമറമാൻ കില്ലർ നാനി സംഗീത് മഹലിലേക്ക് വരുന്നു. നാനി തൻ്റെ അസിസ്റ്റൻറ്റിനോട് ചോദിക്കുകയാണ്, പ്രൊഡ്യൂസർ നമ്മുടെ പ്രോജക്റ്റിനെ കുറിച്ച് ചോദിച്ചാൽ നീ എന്ത് പറയും? കൂട്ടത്തിലൊരുത്തൻ പറഞ്ഞു, നമുക്ക് കുറച്ച് ഷോർട്ട് ഫിലിമും കല്യാണ ഷൂട്ടിങ്ങും ഉണ്ടെന്ന് പറയാം. അപ്പോൾ നാനി, എന്നാൽ നമുക്ക് ദിവസക്കൂലിയെ കിട്ടൂ എന്ന് പറയുന്നു. എന്തു പറയും ഹണി എന്ന് അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയോട് ചോദിക്കുന്നു. അവൾ നമുക്ക് മുംബൈയിൽ ആഡ് ഫിലിം ഷൂട്ടിങ്ങും മോഡലിങ്ങും ഉണ്ടെന്ന് പറയാം എന്ന് പറയുന്നു. അപ്പോൾ നാനി, നിനക്ക് ഡ്രസ്സ് കുറവാണെങ്കിൽ തലച്ചോറ് വലുതാണെന്ന് പറയുന്നു. ശ്രീനു ഇറങ്ങി വരുന്നു. ശ്രീനു വന്നിട്ട് നാനിയോട് പറയുന്നു, വീണ്ടും നമ്മുടെ കോംബോ എത്തിയെന്ന് പറയുന്നു. പിന്നെ നിൻ്റെ സംസാരം കേട്ടാൽ നാനി നമ്മൾ RRR കോംബോ അല്ലേ എന്ന് ചോദിക്കുന്നു. ലാസ്റ്റ് 2 പടം ഇൻഡസ്ട്രിയൽ ഫ്ലോപ്പാണെന്ന് നാനി പറയുന്നു. അകത്ത് കയറുമ്പോൾ നാനി അഞ്ജലി ഫ്രണ്ടിൻ്റെ കല്യാണ ഷൂട്ടിങ്ങിന് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. നാനി ഞാനായിരിക്കില്ല എന്ന് പറഞ്ഞ് റൂമിലോട്ട് പോകുന്നു. നാനി റൂം പരിശോധിച്ചു. ബാത്റൂം തുറന്നു നോക്കുമ്പോൾ അവിടെ ആരോ നിൽക്കുന്നു. നാനി ചോദിക്കുന്നത് ആരാണെന്ന്. നാനി ഗോവിന്ദനെ വിളിക്കുന്നു. എൻ്റെ റൂമിൽ ആരോ നിൽക്കുന്നുണ്ട്, എനിക്ക് സിംഗിൾ റൂം വേണം. സീനിയർ ടെക്നീഷ്യന്മാരെ ബഹുമാനിക്കാൻ പറയുന്നു. സീനിയർ ടെക്നീഷ്യനായി എനിക്ക് സിംഗിൾ റൂം തന്നെ വേണമെന്ന് പറയുന്നു. റൂമിൽ വേറെ ആരുമില്ലെന്ന് ഗോവിന്ദൻ പറഞ്ഞ് റൂമിലേക്ക് ചെന്ന് നോക്കുന്നു. അപ്പോൾ ആരുമില്ലെന്ന് മനസ്സിലാവുന്നു. ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞ് ഗോവിന്ദൻ റൂമിൽ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് പോകുന്നു. അടുത്ത സീനിൽ വെങ്കട്രാവ് പാവയുമായി അഞ്ജലിയുടെ റെസ്റ്റോറൻറ്റിൽ അഞ്ജലി അന്വേഷിച്ച് വരുന്നു. അവിടെ അത് ക്ലോസ്ഡ് ആണെന്ന് കാണിക്കുന്നു. വെങ്കട്രാവ് അടുത്തുള്ള ഒരാളോട് ചോദിക്കുന്നു ഇവർ എവിടെ പോയെന്ന്. അയാൾക്കറിയില്ലെന്ന് പറയുന്നു. ശ്രീനു ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ശ്രീനു അടുത്ത സീൻ എല്ലാവർക്കും വിശദീകരിച്ചു കൊടുക്കുകയാണ്. അഞ്ജലിയും അവളുടെ ഫ്രണ്ട്സും വന്നിട്ട് അവളുടെ കല്യാണത്തിന് വേണ്ടി അവളുടെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് പെർമിഷൻ മേടിക്കാൻ പോവുകയാണെന്ന്. അഞ്ജലി പറഞ്ഞു, ഇതിലെ പ്രധാന ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേരൻസ് മരിച്ചുപോയി, അവർ ഈ വീട്ടിൽ ഗോസ്റ്റായിട്ട് നടക്കുകയാണ്, അവരെ കൺവിൻസ് ചെയ്താണ് എനിക്ക് സമ്മതം മേടിക്കേണ്ടതെന്ന്. അപ്പോൾ അവരുടെ ഫ്രണ്ട്സ് അത് വിശ്വസിക്കുന്നില്ലെന്നും അവൾ എന്നാൽ ഞാൻ ഓജോ ബോർഡ് വഴി തെളിയിക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എന്തിനാണ് ഓജോ ബോർഡ്, നമുക്കൊരു ക്യാരം ബോർഡ് പോരായിരുന്നു എന്ന്. അപ്പോൾ ശ്രീനു പറയുകയാണ്, ഓജോ ബോർഡാണ് നമ്മൾ ആത്മാക്കളുമായി സംസാരിക്കാൻ ഉപയോഗിക്കുന്നതെന്ന്. ശ്രീനു എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്കിത് അറിയില്ലേ എന്ന്. അപ്പോൾ എനിക്ക് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് പ്രേതങ്ങൾക്കറിയാമോ എന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു. അപ്പോൾ അടുത്ത് നിന്നൊരു അസിസ്റ്റൻറ്റ് പറയുകയാണ്, പ്രേതമില്ലെങ്കിൽ ഈ ഗ്ലാസ് ടംബ്ലർ അനങ്ങില്ല, എന്നാൽ പ്രേതമുണ്ടെങ്കിൽ ഈ ഗ്ലാസ് ടംബ്ലർ അനങ്ങും. അഞ്ജലി ശ്രീനുവിനോട് ചോദിക്കുന്നു, ഈ ടംബ്ലർ എങ്ങനെ മൂവ് ആവും? അപ്പോൾ ശ്രീനു പറഞ്ഞു, അത് നമ്മുടെ അസിസ്റ്റൻറ്റുമാർ ചരട് വെച്ച് വലിക്കും, ആ സമയം പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു.
അസിസ്റ്റൻറ്റുമാർ ആ ചരട് റെഡിയാണോ എന്ന് ജസ്റ്റ് വലിച്ചു നോക്കുമ്പോഴത്തേക്ക് അത് തന്നെ പൊട്ടിപ്പോരുന്നു. നമുക്കിപ്പോൾ ഒന്നും പറയണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് ആ അസിസ്റ്റൻറ്റ് പറയുകയാണ്. അഞ്ജലി ഗ്ലാസിൻ്റെ മേളിൽ കൈവച്ച് അച്ഛനെയും അമ്മയും വിളിക്കുകയാണ്. ഇത് പവനിയാണ്, എവിടെയാണ്, നിങ്ങളിവിടെ ഇല്ലേ എന്ന് ചോദിക്കുന്നു. അവൾ തൻ്റെ സഹോദരി മോഹിനിയും വിളിക്കുന്നു. ഇവിടെ പ്രേതമൊന്നുമില്ല എന്ന് അവരുടെ ഫ്രണ്ട്സ് പറയുകയാണ്. നമുക്ക് താം ഈ കളി എന്ന് പറയുന്നു. ആ സമയം ആ ഗ്ലാസ് മൂവ് ആവുകയാണ്. ചരട് വലിക്കാൻ നിന്ന അസിസ്റ്റൻറ്റുമാർ ഇത് കണ്ട് ഞെട്ടുന്നു. സംവിധായകൻ ശ്രീനുവും സംഘവും വിചാരിക്കുന്നത് അസിസ്റ്റൻറ്റുമാരുടെ കഴിവുകൊണ്ടാണ് ആ ഗ്ലാസ് നീങ്ങിയെന്ന്. അവർ എല്ലാവരും കൈയടിക്കുന്നു. അവർക്ക് പ്രത്യേകം താങ്ക്സും പറയുന്നു. അപ്പോൾ അസിസ്റ്റൻറ്റ് അവളോട് പറയുകയാണ്, നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന കൈയടിയാണ്, നമ്മളിപ്പോൾ ഒന്നും മിണ്ടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ആ അസിസ്റ്റൻ്റായ പെൺകുട്ടി ഈ ഗ്ലാസ് എങ്ങനെയാണ് മൂവ് ആയതെന്ന് ചോദിക്കുന്നു. നമുക്കത് രാത്രിയിൽ വന്ന് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അവർ പോകുന്നു. അഞ്ജലി രാത്രി ബാത്റൂമിൽ നിൽക്കുമ്പോൾ ടി വി ഓണായതായി കേൾക്കുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ടി വി ഓഫായതായി കാണുന്നു. അടുത്ത സീനിൽ അയാൻ സൈലുവിനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൻ ഷൂട്ടിംഗ് തുടങ്ങിയെന്നും എല്ലാം നല്ല രീതിയിൽ പോവുകയാണെന്നൊക്കെ പറയുന്നു. ആ സമയം ഒരു കരച്ചിൽ കേൾക്കുന്നു, ഒരു സ്ത്രീയുടെ ശബ്ദം പോലെ. സൈലു ഇതാരാണെന്ന് ചോദിക്കുന്നു. അറിയില്ല എന്ന് പറയുന്നു. സൈലു ഒരു സൗണ്ട് കേൾക്കുന്നുള്ളൂ, അത് ആരാണെന്ന് ചോദിക്കുന്നു. അയാൻ അറിയില്ലെന്ന് പറയുന്നു. അപ്പോൾ സൈലു ദേഷ്യത്തിൽ, ഈ സിനിമാക്കാരെല്ലാം ഇങ്ങനെയാണ്, ഏതോ പെൺകുട്ടിയുണ്ട് റൂമിൽ, നീ കള്ളം പറയുകയാണെന്ന് പറഞ്ഞ് സൈലു ദേഷ്യത്തിൽ ഫോൺ ചെയ്ത് വെച്ചിട്ട് പോകുന്നു. അവൻ വീണ്ടും ആ കരച്ചിൽ കേൾക്കുന്നു. അയാൻ പെതുക്കെ കട്ടിലിനടിയിലേക്ക് നോക്കുന്നു. കട്ടിലിനടിയിൽ ആരെയും കാണുന്നില്ല. നേരത്തെ രാത്രിയിൽ വരാം എന്ന് പറഞ്ഞു പോയ 2 ടെക്നീഷ്യന്മാരും വന്ന് ഓജോ ബോർഡ് കളിക്കുന്ന സമയം ശ്രീനുവും സംഘവും അങ്ങോട്ടേക്ക് എത്തുന്നു. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ഇത് ഓജോ ബോർഡാണല്ലോ, ഇത് നിങ്ങൾക്ക് എന്താണ് ഇവിടെ രാത്രി പരിപാടി എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ആ ടെക്നീഷ്യന്മാർ പറയുകയാണ്, ഞങ്ങളല്ലായിരുന്നു ആ ചരട് വലിച്ചത്, അത് തന്നെ മൂവ് ആയതാണെന്ന്. അങ്ങനെ ശ്രീനുവും സംഘവും ഞെട്ടുന്നു. അവരെ പറഞ്ഞു അവർ റൂമിലേക്ക് വിടുന്നു. എന്നിട്ട് ശ്രീനുവും സംഘവും ആ ഓജോ ബോർഡ് പരീക്ഷിക്കാൻ വേണ്ടി തയ്യാറാകുന്നു. അവർ ശാസ്ത്രിയെ വിളിക്കുന്നു. ഓജോ ബോർഡിലെ മെഴുകുതിരി അണയുകയും ഗ്ലാസ് മൂവ് ആവുകയും ചെയ്യുന്നത് അവർ കാണുന്നു. അവർ പേടിക്കുന്നു. ആ ഗ്ലാസ് തന്നെ മൂവായി ഒരു പ്രതിമയിൽ പോയി പൊട്ടിത്തെറിക്കുന്നു. അവർ പേടിച്ച് ബാക്ക് ഡോർ വഴി ഇറങ്ങി ഓടുന്നു. അവർ ഓടി പ്രൊഡ്യൂസർ വിഷ്ണുവിൻ്റെ അടുത്ത് ചെല്ലുന്നു. ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. വിഷ്ണു പറഞ്ഞു, ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല, നിങ്ങൾ എന്തായാലും സിനിമ ചെയ്തേ പറ്റൂ എന്ന് പറയുന്നു. ശ്രീനു പറഞ്ഞു, ഈ സിനിമയുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല, ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങൾക്ക് വലുത്, നമുക്കിത് വേറെ എവിടെയെങ്കിലും ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പ്രൊഡ്യൂസർ വിഷ്ണു പറ്റില്ല, ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അവർക്ക് ചെയ്യാൻ കഴിയില്ല, അവർക്ക് പേടിയാണെന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു അവരെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. നിങ്ങൾ എഗ്രിമെൻറ്റ് വെച്ചത് ഓർമ്മയില്ലേ, ഞാനത് ഓർമ്മിപ്പിക്കണോ? അതിൽ 7ാം ക്ലോസിൽ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് സിനിമ ചെയ്തു തന്നില്ലെങ്കിൽ 2 കോടി രൂപ തരണം, 2 കോടി രൂപ നിങ്ങൾക്ക് തരാൻ കഴിയുന്നില്ലെങ്കിൽ 2 വർഷം നിങ്ങൾ ജയിലിൽ കിടക്കണം, നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അവർക്ക് അത് മനസ്സിലാകുന്നത്. അവർ വീണ്ടും തിരിച്ച് പാലസിലേക്ക് പോകുന്നു. നമുക്ക് സിനിമ തന്നെ ചെയ്യാം, 2 കോടി എന്തായാലും കൊടുക്കാൻ കഴിയില്ല, കൂടാതെ 2 വർഷക്കാലം ജയിലിൽ കിടക്കാൻ കഴിയില്ല എന്നവർ പറഞ്ഞു. അടുത്ത സീനിൽ അഞ്ജലി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആരോ ഒരാൾ TV കാണുന്നതായി ശ്രദ്ധിക്കുന്നു. അടുത്ത് വന്ന് ആരാ, നിങ്ങൾ എന്ത് വേണമെന്നൊക്കെ ചോദിക്കുന്നു. ആ രൂപം പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ പ്രേതം, ശാസ്ത്രിയുടെ ഭാര്യയായിരുന്നു അത്. അവൾ നേരെ വിളിച്ച് ഇറങ്ങി ഓടുന്നു. ഓടി ഹാളിലെത്തുമ്പോൾ എല്ലാവരെയും അവിടെ കാണുന്നു. എന്താണിത്, പ്രേതമാണോ എന്നൊക്കെ അഞ്ജലി ചോദിക്കുന്നു. ശ്രീനുവും സംഘവും നിന്ന് പരുങ്ങുകയാണ്. അയാനും റൂമിൽ ഒരു സൗണ്ട് കേട്ടതായി പറയുന്നു. ഞാനിയും ബാത്റൂമിൽ ഒരു രൂപം കണ്ടു, അതും പ്രേതമാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ശ്രീനു പറയുന്നു, അവരൊക്കെ എന്ന് പറയുന്നത് ഇതിൽ അഭിനയിക്കാൻ വന്ന മറ്റ് ആർട്ടിസ്റ്റുകളാണ്, കഥാപാത്രത്തിൻ്റെ ഒറിജിനാലിറ്റിക്ക് വേണ്ടി അവർ മേക്കപ്പൊക്കെ ചെയ്ത് നടക്കുകയാണെന്ന് ശ്രീനു പറയുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഷൂട്ട് കഴിഞ്ഞിട്ടും രാത്രിയിൽ ഇവരെന്തിനാണ് മേക്കപ്പ് ഇട്ട് നടക്കുന്നതെന്ന്. അപ്പോൾ ശ്രീനു പറയുന്നു, ഇതൊരു മെത്തേഡ് ഓഫ് ആക്ടേഴ്സാണ്, അവർ മേക്കപ്പ് ഇട്ടാണ് കഥാപാത്രത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്, മെത്തേഡ് ആർട്ടിസ്റ്റുകൾ ഇതുപോലെ ഫുൾ ടൈം ചെയ്ത് നടക്കും, അവർ കഥാപാത്രത്തെ ആവാഹിച്ച്. സാധാരണ ആർട്ടിസ്റ്റുകളാണെങ്കിൽ ഫുൾ ടൈം ക്യാരമലിൽ ഇരിക്കുമെന്നും ഞാൻ പറയുന്നു. എല്ലാവരും പിരിഞ്ഞു പോകാൻ നേരം അയാൻ പറയുകയാണ്, ഈ ആക്ടേഴ്സ് മലയാളത്തിൽ നിന്നുള്ളവരായിരിക്കും, കാര്യം മലയാളി ആക്ടേഴ്സിനാണ് ഇത്ര കമ്മിറ്റ്മെൻറ്റ്സ്, ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് കുറച്ച് മലയാള സിനിമകൾ കണ്ടതായും അയാൻ പറയുന്നു. നാനി റൂമിലിരുന്ന് മദ്യപിക്കുന്ന സമയത്ത് റൂമിൽ ശാസ്ത്രി നിൽക്കുന്നതായി കാണുകയും നാനി മദ്യപിക്കാൻ വേണ്ടി ശാസ്ത്രിയെ ക്ഷണിക്കുകയും ചെയ്യുന്നു. കലാകാരന്മാർ മദ്യപിക്കില്ലെന്ന് ശാസ്ത്രി പറയുന്നു. അതൊന്നും കുഴപ്പമില്ല, നീ 24 മണിക്കൂറും ഇങ്ങനെ മേക്കപ്പിൽ നിന്നാൽ എങ്ങനെ കുളിക്കാൻ നിനക്ക് സമയം കിട്ടും, നിന്നെ നാറിയിട്ട് വയ്യ, ഡെഡ് ബോഡിയുടെ നാട്ടമാണ് നിന്നെ എന്ന് പറഞ്ഞു ഒരു പെർഫ്യൂം നാനി ശാസ്ത്രിക്ക് നൽകുന്നു. ശാസ്ത്രി മദ്യപിക്കാതിരുന്നപ്പോൾ നാനി പറഞ്ഞു, ഒന്നുകിൽ നീ കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി വാ, അല്ലെങ്കിൽ എൻ്റെ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിപ്പോകും. ഇത് കേട്ട ശാസ്ത്രിക്ക് ദേഷ്യം വരികയും ശാസ്ത്രി അവിടെ നിന്ന് മദ്യക്കുപ്പിയുമായി അപ്രത്യക്ഷമാവുകയും ചെയ്തു. നാനി കരുതിയത് നാനിയോടുള്ള ബഹുമാനം കാരണം ശാസ്ത്രി ഒറ്റയ്ക്ക് റൂമിൽ കൊണ്ടിരുന്ന് മദ്യപിക്കാൻ കൊണ്ടുപോയതാണെന്ന്. അതേസമയം റൂമിൽ അഞ്ജലി ശാസ്ത്രിയുടെ ഭാര്യയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നടൻ ഏതാ, സിനിമ ഏതാന്നൊക്കെ ചോദിക്കുന്നു. അതിനുശേഷം അഞ്ജലി തൻ്റെ ആൽബം എടുത്ത് കാണിച്ചു. തൻ്റെ സഹോദരി ഗീതാഞ്ജലിയുമായിട്ടുള്ള ഫോട്ടോയൊക്കെ പങ്കുവയ്ക്കുന്നു. ശ്രീനുവും ഗോവിന്ദനുമൊക്കെ ഇത് കാണുന്നു. ശാസ്ത്രിയുടെ ഭാര്യ നോക്കുമ്പോൾ ശ്രീനുവും ഗോവിന്ദനും പേടിച്ച് നിലവിളിച്ചോടുന്നു. മോഹിനിയുടെ റൂമിലായിരുന്നു അയാൻ കിടന്നിരുന്നത്. അയാൻ റൂമിലേക്ക് എത്തുമ്പോൾ മോഹിനി ഒരു മൂലക്കിരുന്ന് കരയുകയാണ്. അയാൻ ചോദിക്കുന്നു, നിങ്ങളുടെ മെത്തേഡ് ഓഫ് ആക്ടിങ് കൊള്ളാം, നിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് 24 മണിക്കൂർ ഇങ്ങനെ കരയുന്നതാണോ, നീ എന്തിന് 24 മണിക്കൂറും കരയുന്നതെന്ന്
അയാൻ ചോദിക്കുന്നു. അയാൻ അവളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഓരോ മിമിക്രികളും ഓരോ കരയുന്ന രീതികളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവസാനം അവൾ കരയുന്നത് കണ്ട് അവന് ദേഷ്യം വന്ന് അവളെ വഴക്ക് പറഞ്ഞ് ഓടിക്കുകയും ചെയ്യുന്നു ആ റൂമിൽ നിന്ന്. വെങ്കട്രാവു ഗീതാഞ്ജലിയുമായി അഞ്ജലി അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുകയാണ്. അതിനുശേഷം അയാൾ ഒരു കാർ വാങ്ങിയതായി പാവയോട് പറയുകയാണ്. നിന്റെ സഹോദരിയെ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാർ വാങ്ങിയതെന്ന് പറയുന്നു. അവർ അഞ്ജലിയെ അന്വേഷിച്ച് പോകുന്നു. പിറ്റേന്ന് ഷൂട്ടിംഗ് നടക്കുകയാണ്. അടുത്ത സീനിൽ ശ്രീനു സീൻ വിശദീകരിക്കുകയാണ്. അഞ്ജലിയും ഫ്രണ്ട്സും ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രി ഒരു മൂലയ്ക്ക് നിന്ന് അടുത്ത മൂലയിലേക്ക് പെട്ടെന്ന് പാസ് ചെയ്ത് മാറുന്നു, ഒരു ഗോസ്റ്റിനെ പോലെ. അതാണ് സീൻ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ശാസ്ത്രി വരുന്നില്ലേ എന്ന്. ശ്രീനു പറയുകയാണ്, നമുക്കത് ഗ്രാഫിക്സ് യൂസ് ചെയ്യാമെന്ന്. 24 മണിക്കൂർ മേക്കപ്പ് ചെയ്ത് കിടക്കുന്ന ശാസ്ത്രി അഭിനയിക്കാൻ വരുന്നില്ലേ, ഞാൻ പോയി വിളിച്ചുകൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഞാൻ മേലോട്ട് പോകുന്നു ദേഷ്യത്തിൽ. ഞാൻ ശാസ്ത്രിയുമായി പോയി സംസാരിക്കുകയാണ്. നാനി വന്ന് ശാസ്ത്രിയോട് താഴോട്ട് അഭിനയിക്കാൻ വരാൻ പറയുന്നു. ശാസ്ത്രി ഇല്ല എന്ന് പറയുന്നു. നാനി, നിങ്ങൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല. കല എന്ന് പറയുന്ന ഒരു വരദാനമാണ്. നിങ്ങളുടെ കഴിവ് നിങ്ങൾ തെളിയിക്കണം. എല്ലാവരും നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ശാസ്ത്രിയും കൂട്ടി താഴേക്ക് വരുന്നു. ശ്രീനുവും സംഘവും ഇത് കണ്ട് ഞെട്ടുന്നു. അയാൻ മുകളിലേക്ക് നോക്കുമ്പോൾ മോഹിനിയും ശാസ്ത്രിയുടെ ഭാര്യയും നിൽക്കുന്നു. അയാൻ മോഹിനിയെ വിളിക്കുന്നു. അതുപോലെ തന്നെ അഞ്ജലി ശാസ്ത്രിയുടെ ഭാര്യയും വിളിക്കുന്നു. ആഴെ മോണിറ്ററിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഷൂട്ടിംഗ് കാണാം എന്നവർ പറഞ്ഞ് അവരെയും വിളിച്ചു വരുത്തുന്നു. മോണിറ്ററിൻ്റെ പിറകിൽ വന്ന് നിൽക്കുന്ന മോഹിനിയെയും ശാസ്ത്രിയുടെ ഭാര്യയും കണ്ട് ശ്രീനുവും ഗോവിന്ദനും ഞെട്ടുന്നു. ശാസ്ത്രി പാസ് ചെയ്യുന്ന സീൻ കണ്ട് എല്ലാവരും ഞെട്ടുന്നു. നാനി കൈയടിക്കുന്നത് കണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. അയാൻ ഇത് ഇഷ്ടപ്പെടുന്നില്ല. ജസ്റ്റ് പാസ് ചെയ്യുന്ന സീനിന് ആളുകൾ എന്തിനാണ് ഇത്രയും കൈയടിക്കുന്നത്, ഇതിൽ എവിടെയാണ് ആക്ടിംഗ് എന്ന് അയാൻ ചോദിക്കുന്നു. അതിനുശേഷം ഒരു പാട്ട് സീനാണ് കാണിക്കുന്നത്. പാട്ടിന് ശേഷം ശ്രീനു വീണ്ടും സീൻ വിവരിക്കുകയാണ്. അന്ന് ആഗസ്റ്റ് 8-ാം തീയതിയാണ് ഷൂട്ടിംഗ് നടക്കേണ്ടത്. അന്ന് എടുക്കേണ്ട സീൻ എന്താണെന്ന് വെച്ചാൽ ഡേവിഡും പവനിയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സീനാണ്. ശ്രീനു പറയുകയാണ്, നമുക്ക് ഈ സീൻ സംഭാഷണം വേണ്ട എന്ന്. അപ്പോൾ അയാനും നാനിയും സമ്മതിക്കുന്നില്ല. എന്തായാലും നമ്മൾ ലൈവായിട്ട് തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് പറയുന്നു. ഷൂട്ടിംഗ് ആരംഭിക്കുന്നു. അഞ്ജലി ശാസ്ത്രിയും ശാസ്ത്രിയുടെ ഭാര്യയും വിളിക്കുകയാണ്. ഇത് പവനിയാണ്, ഞങ്ങൾ ഒളിച്ചോടാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു. ആ സമയം ശാസ്ത്രിയും ഭാര്യയും താഴേക്ക് വരുന്നു. അവർ തമ്മിൽ തർക്കമുണ്ടാകുന്നു. പവനിയെ വിടാൻ ശാസ്ത്രി ഒരുക്കമല്ലായിരുന്നു. അഞ്ജലി ക്യാരക്ടറായി പറയുകയാണ്. അതായത് പവനി പറയുന്നത് പോലെ, അച്ഛാ, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം, ഞങ്ങളുടെ ഫീലിങ്സ് ഒന്ന് മനസ്സിലാക്കൂ, ഡേവിഡ് നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ ശാസ്ത്രി പ്രണയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ഇത് കേട്ട് അയാനും അഞ്ജലിയും ആലോചിക്കുന്നു, ഇതൊന്നും സിനിമയിലില്ലാത്ത ഡയലോഗാണല്ലോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ തന്നെയും ഞങ്ങൾ പോകും എന്ന് പറഞ്ഞു അയാൻ ക്യാരക്ടറായി ശാസ്ത്രിയുടെ അടുത്തേക്ക് നീങ്ങുമ്പോൾ ശാസ്ത്രി അയാനെ അടിക്കുന്നു. അയാൻ പമ്പരം കറങ്ങുന്ന പോലെ നിന്ന് കറങ്ങുന്നു. അപ്പോൾ അഞ്ജലി പറയുകയാണ്, ശാസ്ത്രി അയാനെ ഒറിജിനലായി അടിച്ചെന്ന്. അയാനി ചാടിയിറങ്ങി ഇടപെടുന്നു. ശാസ്ത്രി, ഇതാണോ മെത്തേഡ് ഓഫ് ആക്ടിംഗ് എന്ന് പറയുന്നത്? വളരെ സെൻസിലെസ്സായ അഭിനയമാണിത്. നിങ്ങൾ ഒരു ഹീറോയാണ് അടിച്ചത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷനിൽ നിങ്ങളുടെ കാർഡ് തന്നെ റദ്ദാക്കുമെന്ന് പറയും. അയാനും നാനിയും കൂടി ശാസ്ത്രിയുമായി വഴക്കിടാൻ പോകുന്നു. ശാസ്ത്രി രണ്ടുപേരെയും തല ചേർത്ത് വെച്ച് ഒറ്റയടി അടിക്കുന്നു. അതിനുശേഷം ശാസ്ത്രിയും ഭാര്യയും അലറിക്കൊണ്ട് കൈ പൊക്കുന്നതോടെ ആ പാലസിലെ ജനൽ ചില്ലകൾ പൊട്ടി വീഴുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലെ രംഗമാണ്. നാനിയും അയാനും കൂടി ശാസ്ത്രിയെ തല്ലാൻ വേണ്ടി ഹോക്കി സ്റ്റിക്കുമായി ബൈക്കിൽ കയറി സംഗീത് മഹലിലേക്ക് വരുന്നു. സംഗീത് മഹലിൽ അവർ എത്തുമ്പോൾ ശാസ്ത്രിയും കുടുംബവും ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ്. അയാൻ ശാസ്ത്രിയോട് പറയുകയാണ്, നീ മലയാളം എന്നല്ല ഒരു ഇൻഡസ്ട്രിയിലും ഇനി അഭിനയിക്കില്ല. ഞങ്ങളുടെ തല എന്താ കൊട്ടത്തേങ്ങയാണെന്ന് നീ കരുതിയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നാനി ഇടപെടുന്നു. നിനക്കെന്നെ അറിയില്ല ശാസ്ത്രി, എന്നെ വിളിക്കുന്നത് കില്ലർ നാനി എന്നാണ്. അപ്പോൾ ശാസ്ത്രി അവിടെ നിന്ന് പറയുകയാണ്, നീയൊക്കെ നിർത്തൂ നിൻ്റെ വിടുവായുത്തം. ദേഷ്യം വന്ന അയാൻ പറയുകയാണ്, ഞങ്ങൾ ഒരടി തന്നു കഴിഞ്ഞാൽ നീ എയറിൽ നിന്ന് പറക്കുമെന്ന്. ഇത് കേട്ട ശാസ്ത്രി കയ്യും പൊക്കി അവർ 3 പേരും പൊക്കുന്നു. ഇത് കണ്ട് നാനിയും അയാനും പേടിക്കുന്നു. പെതുക്കെ നാനിയും അയാനെയും ശാസ്ത്രി പൊക്കുന്നു. അവർ പേടിച്ച് നിലവിളിക്കുന്നു. അതിനുശേഷം അവരെ ശാസ്ത്രി എടുത്ത് വെളിയിലേക്ക് എറിയുന്നു. അവർ പേടിച്ച് അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ കാണിക്കുന്ന അഞ്ജലിയും ശ്രീനുവും സംഘവും വിഷ്ണുവിൻ്റെ വീടിൻ്റെ വെളിയിൽ കാത്തു നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ എഗ്രിമെൻ്റ് കൈക്കലാക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. വിഷ്ണു വെളിയിൽ ഇറങ്ങുന്ന സമയം നോക്കി അവർ വീടിനകത്തേക്ക് കയറുന്നു. അത് മുഴുവൻ പരിശോധിക്കുന്നു. ഈ സമയം വിഷ്ണു ഫോൺ എടുത്തില്ല എന്ന് മനസ്സിലാക്കി വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ശ്രീനുവും സംഘവും ആ വീട് മുഴുവൻ പരിശോധിക്കുകയാണ്. അവർക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഒരു അടച്ച റൂം കാണുന്നു. അവർ അതിൽ കയറി പരിശോധിക്കുന്നു. അവർക്ക് എഗ്രിമെൻ്റ് കിട്ടുന്നു. കൂടാതെ ഒരു മേശ തുറന്നപ്പോൾ അതിൽ ശ്രീനുവിൻ്റെയും അഞ്ജലിയുടെയും ഒക്കെ ഫോട്ടോ കാണുന്നു. അവർ ഞെട്ടുന്നു. ഇതിലെന്തോ ചതിയുണ്ടെന്ന് അവർ പറയുന്നു. വിഷ്ണു വരുന്ന ശബ്ദം കേട്ട് അവർ രക്ഷപ്പെടാൻ വേണ്ടി ഓടിയപ്പോൾ അവർ ആ ബിസിനസ്മാൻ രമേശ് റാവുവിൻ്റെ ഫോട്ടോ കാണുന്നു. അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. വിഷ്ണു റൂമിൽ എത്തിയപ്പോൾ എഗ്രിമെൻ്റ് എല്ലാം താഴെ കിടക്കുന്നതായി മനസ്സിലാക്കുന്നു. ആ സമയത്തൊരു മിന്നലടിക്കുകയും രമേശ് റാവുവിൻ്റെ ചിതാഭസ്മം വരുന്ന കുടം ഇരുന്ന് കുലുങ്ങുകയും അത് തറയിൽ വീണ് പൊട്ടുകയും ചെയ്യുന്നു. അതിൽ നിന്നൊരു ആത്മാവ് വിഷ്ണുവിൻ്റെ ദേഹത്തേക്ക് കയറുന്നതായി കാണാം. ആ ആത്മാവ് ശ്രീനുവിനെയും സംഘത്തിനെയും ഫോളോ ചെയ്യുന്നു. അവർ ഓടി പുറത്തേക്ക് രക്ഷപ്പെടുന്നു. അവർ ഒരു ഉത്സവം നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് എത്തുന്നു. അവിടെ ആളുകൾ ഒരുപാടുണ്ട്. വിഷ്ണുവും അവരെ ഫോളോ ചെയ്തെത്തുന്നു. അവർ ഒരിടത്ത് ഒളിച്ചിരിക്കുന്നു. വിഷ്ണുവിൻ്റെ ദേഹത്തുള്ള രമേശ് റാവുവിൻ്റെ ആത്മാവ് ഓരോ ആളുകളുടെയും ദേഹത്ത് കയറി അവരെ അന്വേഷിക്കുകയാണ്. ശ്രീനുവിന് മനസ്സിലാവുന്നു അവൻ്റെ ആത്മാവ് ആരുടെ ശരീരത്തിൽ വേണമെങ്കിലും കയറാം എന്ന്. ഓരോ ആളുകളുടെ ശരീരത്തിൽ കയറുകയും അവർ ശ്രീനുവിനെയും സംഘത്തെയും ആക്രമിക്കാൻ വേണ്ടി വരുന്നു.
അതിൽ ഒരാൾ കൊല്ലാൻ വേണ്ടി വരുമ്പോൾ ആത്രേയൻ തടയുന്നു. അവർ ഓടി രക്ഷപ്പെടുമ്പോൾ ആത്രേയനും പുറകെ ഓടുന്നു. അവർക്ക് മനസ്സിലാകുന്നു വീണ്ടും രമേശ് റാവുവിൻ്റെ ആത്മാവ് ആത്രേയൻ്റെ ദേഹത്താണെന്ന്. ആരുദ്രൻ ആത്രേയനെ തടയുന്നു. അപ്പോൾ ശ്രീനുവും അഞ്ജലിയും കാണുന്നു ആത്രേയൻ ആരുദ്രനെ കൊല്ലുന്നത്. ആത്രേയൻ വന്ന് ശ്രീനുവിനോട് പറയുന്നു ഞാൻ ആരുദ്രനെ കൊന്നെന്ന്. അതിനുശേഷം വേറൊരാൾ വന്ന് ആത്രേയനെയും കൊല്ലുന്നു. അവർ കുട്ടികൾ ഡാൻസ് കളിക്കുന്ന ഒരു സ്റ്റേജിനകത്തൂടെ കയറി പുറകിൽ പോയി ഒളിച്ചു നിൽക്കുന്നു. ആ സ്റ്റേജിൽ വെങ്കട്രാവും പാവയും ഉണ്ടായിരുന്നു. ഗീതാഞ്ജലി അഞ്ജലിയെ കാണുകയും അതാണ് എൻ്റെ സഹോദരി എന്ന് പറയുന്നു. വെങ്കട്രാവ് ഉടനെ തന്നെ അഞ്ജലിയെ പോയി കാണുകയും ഇത് നിൻ്റെ സഹോദരിയാണ്, ഇത് നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു. എന്നിട്ട് ശ്രീനുവിൻ്റെ കയ്യിൽ ആ പാവ കൊടുക്കുന്നു. ശ്രീനുവിൻ്റെ കയ്യിലിരുന്ന് ആ പാവ സംസാരിക്കുകയാണ്, ഞാൻ ഗീതാഞ്ജലിയാണെന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേക്ക് ശ്രീനുവിന് പേടിയാകുന്നു. ശ്രീനു ആ പാവയെടുത്ത് നിലത്തേക്ക് എറിയുന്നു. പേടിച്ചു. ഇത് കേൾക്കുന്ന അവിടെ ഡാൻസ് കളിക്കാൻ വന്ന പെൺകുട്ടികളും പേടിക്കുന്നു. അവർ പേടിച്ച് പുറത്തേക്ക് ഓടുന്നു. ആ സമയം ഒരു പെൺകുട്ടി പാവയിലേക്ക് ചവിട്ടുകയും പാവയുടെ കണ്ണിലൂടെ ആത്മാവ് പുറത്തേക്ക് വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഗീതാഞ്ജലിയുടെ ആത്മാവും രമേശ് റാവുവിൻ്റെ ആത്മാവും തമ്മിലുള്ള ഫൈറ്റാണ് പിന്നീട് നടക്കുന്നത്. അവസാനം ഗീതാഞ്ജലി എങ്ങനെയാണോ ഒരു സ്വാമി വന്ന് പാവയിലാക്കിയത്, അതുപോലെ ഗീതാഞ്ജലി ഒരു കണ്ണാടിയുമായി വന്ന് രമേശ് റാവുവിനെ ഒരു പാവയിലേക്ക് ആവാഹിക്കുകയും വിഷ്ണുവിനെ കൊല്ലുകയും ചെയ്യുന്നു. ഇതോടെ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ എക്സ്പ്ലനേഷൻ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.